वक्रतुण्डमहाकाय कोटिसूर्यसमप्रभा निर्विघ्नं कुरु मे देव शुभकार्येषु। പൃഥുവിൻ്റെ രാജ്യഭരണം, ലോകക്രമം എന്നിവ സമീകൃതമായി പ്രജാപരിപാലനത്തിന് ഒരു മാതൃക സൃഷ്ടിച്ചതിന് ശേഷം അദ്ദേഹം ലോക ജീവിതത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക് വിടവാങ്ങി. വാനപ്രസ്ഥത്തിലേക്ക് വിടവാങ്ങി എന്ന് വ്യാസൻ നേരിട്ട് വർണ്ണിക്കുന്നില്ല. അത് കഥ, അവിടെ പൃഥുവിൻ്റെ കഥ അദ്ദേഹം ഭരമേറ്റ കൃത്യം നിർവഹിച്ചതിന് ശേഷം പൃഥുവിനെ കഥയിൽ നിന്ന് വെറുതെ വിട്ടുകളയുകയാണ്. മക്കളെ പറ്റിയൊന്നും പറയുന്നില്ല. പൃഥുവിൻ്റെ മക്കളെ പറ്റിയൊക്കെ നേരെ ഒന്നും പറയുന്നില്ല. ശേഷം വരുന്നത് വൈവസ്വത മനുവാണ്. ആദിത്യപുത്രനായ വൈവസ്വത മനുവിൻ്റെ ഭരണവും നിയമത്തിൻ്റെ ഏകീകരണവും സമൂഹത്തിൻ്റെ ധാർമ്മികമായ സംവിധാനവും ഇതിനെല്ലാം കാരണക്കാരനായി വരുന്നത് വിവസ്വാൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിൽ വൈവസ്വത മനുവാണ്. മനുവിനെ ആസ്പദമാക്കിയാണ് മന്വന്തരം. വിവസ്വാൻ സൂര്യനാണ്. ഇപ്പം വിവസ്വാൻ്റെ പുത്രനായ മനു, അദ്ദേഹത്തോടു കൂടിയാണ് ആദ്യത്തെ മന്വന്തരം ആരംഭിക്കുന്നത്. 71 ചതുർയുഗങ്ങളാണ് ഒരു മന്വന്തരം. അങ്ങനെ അദ്ദേഹം പ്രജാപരിപാലനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത്, അപ്പോൾ ഇതിനിടയിൽ അപ്രധാനന്മാരായ പല രാജാക്കന്മാരും വന്നുപോയിട്ടുണ്ടാകുന്നുണ്ട്. അവരപ്രധാനന്മാരായതുകൊണ്ട് തന്നെ അവരെ വർണ്ണിക്കാതെയും അവരുടെ ചരിത്രം വിവരിക്കാതെയും വൈശമ്പായനൻ ഇവിടെ വിട്ടുകളയുകയാണ്. സാർ, ഇത് നമ്മളിപ്പോൾ ജീവിക്കുന്നത് 8ാമത്തെ മന്വന്തരമാണെന്ന് തോന്നുന്നു അല്ലേ? 7 മന്വന്തരം കഴിഞ്ഞു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ വൈവസ്വത മന്വന്തരത്തിൽ നിന്ന് 7ാമത്തേതിലാണ് നമ്മളിപ്പോൾ. ഈ പിന്നെ ചതുർയുഗം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം ഈ പ്രഭാത വന്ദനത്തിന് അദ്ദേഹത്തിൻ്റെ പുത്രിയായ ത്വഷ്ടാവിൻ്റെ പുത്രിയായ ത്വഷ്ടാവ് ആണ് ആദ്യമായി നഗര സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. കാശിയിലും അതുപോലെ ഉത്തരകുരു തുടങ്ങി അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമെല്ലാം നഗര സംവിധാനത്തിന് ആദ്യം മുൻകൈ എടുത്തത് ത്വഷ്ടാവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശില്പി എന്ന് പേര് വന്നത്. അദ്ദേഹം ബ്രഹ്മാവിൻ്റെ മാനസപുത്രനാണെന്നും സങ്കല്പമുണ്ട്. അപ്പോൾ ത്വഷ്ടാവും അദ്ദേഹത്തിൻ്റെ പുത്രിയും കൂടി നദിയിൽ പ്രഭാതവന്ദനം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ആദിത്യനെ ചൂണ്ടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദാ മകളെ നീ നോക്കുക, പ്രഭാവശാലിയായ ലോകത്തിലെ സർവ ജീവികളുടെയും കർമ്മ പരമ്പരയ്ക്ക് കാരണക്കാരനായ, കർമ്മസാക്ഷിയായ, ലോകസാക്ഷിയായ, പ്രപഞ്ചങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ള, ഭാവനയിൽ നിന്ന് പ്രപഞ്ചങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ശില്പിയാണ് ത്വഷ്ടാവായ ഞാൻ. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ഈ സുന്ദര രൂപം
ഇങ്ങനൊരു രൂപം നിർമ്മിക്കാൻ ഞാൻ പോലും അശക്തനാണ്. ഈ സുന്ദര രൂപം, ഒരു യൗവനയുക്തനായ ലക്ഷണ സമ്പൂർണനായ ഒരു യുവരൂപം നീ ആദിത്യ ബിംബത്തിൻ്റെ മധ്യത്തിൽ കാണുന്നത്, അയാളെ നിനക്ക് ഇഷ്ടമായോ? അപ്പോൾ ചെറിയ ലജ്ജയോടുകൂടി രൂപം ഇഷ്ടമായി. അങ്ങനെയാണെങ്കിൽ നിനക്കിഷ്ടമായെങ്കിൽ ദിവാകരനുമായിട്ടുള്ള വിവാഹത്തിന് ഞാൻ മുൻകൈ എടുക്കാം. അല്ല, അത് അങ്ങനെ മുൻകൈ എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്തായിരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അതിൽ പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം. അങ്ങനെ ഇദ്ദേഹം സൂര്യനുമായി വളരെ അകലെ ഇരുന്നു കൊണ്ട് സംസാരിച്ച് തേജസ്സിൻ്റെ സാന്ദ്രമായ പ്രസരത്തിൻ്റെ നിരന്തരമായ ആഘാതം കൊണ്ട് അടുത്ത് ചെല്ലാൻ നിവൃത്തിയില്ലാത്തതിനാൽ പരമാവധി അടുക്കാവുന്നതിൻ്റെ പരിധിക്ക് വെളിയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം വിവരങ്ങളെല്ലാം തൻ്റെ പുത്രിക്ക് വേണ്ടി സൂര്യനോട് പറഞ്ഞു. പിന്നെ ഇവിടെ അങ്ങ് ദേവനാണ് എന്നുള്ളത് ഞാൻ പരിഗണനയ്ക്ക് എടുത്തിട്ടില്ല. കാരണം കന്യാപിതാവിന് അങ്ങനെ നോക്കാൻ സാധ്യമല്ല. വരൻ്റെ യോഗ്യതയാണ് കന്യാപിതാവ് നോക്കുന്നത്. അത് ആര് വേണേ ആയിക്കൊള്ളട്ടെ, ആര് എങ്കിലും ആയിക്കൊള്ളട്ടെ. പിന്നെ അതിൻ്റെ ഔചിത്യവും എന്തെങ്കിലും വിവേകരാഹിത്യവും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് പറയുക, അങ്ങ് പൊറുക്കുക. എനിക്ക് നല്ലൊരു വരനെ വേണം എൻ്റെ മകൾക്ക്, അതനുസരിച്ച് ഞാൻ അങ്ങയെ സമീപിച്ചിരിക്കുന്നു. സാർ, ഈ ദേവൻ എന്നുള്ള അർത്ഥം തന്നെ സ്വയം പ്രകാശിക്കുന്ന പെടുന്നല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ജ്ഞാനവും ബുദ്ധിയും ഉള്ളവനാണ് ശരിക്കും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം ദേവൻ എന്നുള്ളതുകൊണ്ട്. ദിവത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ, ദിവം പ്രകാശം. പ്രകാശം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ്. ജ്ഞാനത്തിന് മാത്രമേ പ്രകാശമുള്ളൂ, മറ്റത് അജ്ഞാനം അന്ധകാരമാണ്. ജ്ഞാനം തന്നെ പ്രകാശമാണല്ലോ ആണ്. അപ്പോൾ ആ അർത്ഥത്തിലാണത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഇത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതെല്ലാം അംഗീകരിക്കുകയാണ് ചെയ്തത്. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നതാണ്, അങ്ങ് അതിൽ ഖേദിക്കേണ്ടതില്ല. അങ്ങ് പറഞ്ഞതിൽ തെറ്റുമില്ല. എപ്പോഴും വധുവിൻ്റെ പിതാവ് വധുവിൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാണ് എപ്പോഴും പരിഗണിക്കേണ്ടത്. ആ പരിഗണന വെച്ച് നോക്കുമ്പോൾ അങ്ങയുടെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ള അധിക പ്രസംഗം അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ അനൗചിത്യമോ അല്ലെങ്കിൽ വിവേകരാഹിത്യമോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അങ്ങ് അതിലൊരു ക്ഷമാപണ സ്വരത്തിൽ സംസാരിക്കേണ്ടതില്ല. ഞാൻ അത് അവരെ സ്വീകരിച്ചു കൊള്ളാം. അങ്ങനെയാണ് വിവാഹം അത് വളരെ കെങ്കേമമായ വിവാഹമായിരുന്നു. കാരണം സർവ്വനക്ഷത്രങ്ങളെയും ഒക്കെ ക്ഷണിക്കണമല്ലോ ഇതിലേക്ക്. നവഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അതുപോലെയുള്ള മറ്റ് സർവ ദേവന്മാർ, മനുഷ്യരിലെ പ്രമാണിമാർ, വലിയ വലിയ രാജാക്കന്മാർ, ചക്രവർത്തിമാർ, ഇവരെയൊക്കെ ക്ഷണിച്ച് ഇൻകം ടാക്സുകാർ റെയ്ഡ് ചെയ്യത്തക്ക വിധത്തിൽ ഉള്ള ഒരു വിവാഹമാണ് അദ്ദേഹം അന്ന് നടത്തിയത്. സൂര്യനിലൊരു പൊട്ടിത്തെറി ഉണ്ടായി എന്ന് അത് ഇതുമായിട്ട് ബന്ധമില്ല. ഇല്ല, അത് അതിനൊക്കെ മുമ്പാണ്. പുള്ളി അതെല്ലാം കഴിഞ്ഞ് ശാന്തനായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞ് അതിഥികളെല്ലാവരും പിരിഞ്ഞു പോയി. അങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് അവിടെ രാത്രിയില്ല എന്നുള്ള വിവരം അറിഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ രാത്രിയില്ല. അപ്പോൾ ആദ്യ രാത്രിയെന്നോ അന്ത്യരാത്രിയെന്നോ മധ്യരാത്രിയെന്നോ പറയാൻ സർവത്ര പകല്. അപ്പോൾ അത് വളരെ അരോചകമായി തോന്നി ഈ ത്വഷ്ടാവിൻ്റെ മകൾക്ക്. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹവുമായി വർത്തമാനം പറയുക? ഇദ്ദേഹം സ്വന്തം നിലയിൽ അവിടെ രാത്രി ഇല്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹം പോകുന്നിടത്തൊന്നും ഇരുട്ടില്ലാത്ത സ്ഥിതിയും. അപ്പോൾ ഒരല്പം ഇരുട്ട് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന്
ആദ്യമായിട്ട് തോന്നുകയാണ്. ചന്ദ്രൻ നക്ഷത്രമൊക്കെ അപ്പൊ ചുരുക്കത്തിൽ വിശ്രമമില്ല. ഇല്ല, പുള്ളി കുറച്ച് ഇരുട്ടൊക്കെ വേണമല്ലോ വിശ്രമിക്കാൻ. ഇല്ല, അങ്ങനെ വിശ്രമമില്ല. ഇത് ആദിത്യൻ ചെയ്യുന്ന അല്ലെങ്കിൽ സൂര്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല പ്രകാശിക്കുക എന്നുള്ളത്. വ്യാകരണ നിയമം അനുസരിച്ചാണ് അത് പ്രവൃത്തിയാകുന്നത്. സൂര്യൻ പ്രകാശിക്കുന്നു, സാറ് പറയും ആഖ്യാതം, ആഖ്യേത് ആഖ്യാതം ഏത് എന്ന് പറയുമ്പോൾ സൂര്യൻ പ്രകാശിക്കുന്നു, ആഖ്യാതം നല്ല പോലെ പ്രകാശിക്കുന്നു. അപ്പൊ നല്ല പോലെ പ്രകാശിക്കുന്നു എന്നുള്ളത് അല്ല, ചേർത്ത് പറയുമ്പോൾ അത് രണ്ടും കൂടി ചേർത്ത് ആഖ്യാതം, പിന്നത്തത് ആഖ്യ, ഇങ്ങനെ പറയുമ്പോഴാണ് അതൊരു ക്രിയയാകുന്നത്. പക്ഷേ വേദാന്തത്തിൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ ലോജിക്കിൻ്റെ ദൃഷ്ടിയിൽ, തർക്കശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ അവിടെ സൂര്യൻ ഒരു ക്രിയയും ചെയ്യുന്നില്ല. ഈ ശോഭിക്കുക ഉള്ളത് സൂര്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ സ്വഭാവം ഒരു ക്രിയയല്ല. അപ്പോൾ അതുകൊണ്ട് കർമ്മം ചെയ്യുന്നില്ല. എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായി കർമ്മസാക്ഷിയാണ്. ഇതെല്ലാം വരവ് വെച്ച് അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നതും ആരും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ടിട്ട് അദ്ദേഹം അതെല്ലാം വരവ് വെച്ച് നേരെ മറ്റേ ആൾക്ക് അയച്ചു കൊടുക്കും, ചിത്രഗുപ്തന്. ഇതാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർമ്മസാക്ഷി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. ഈ പകലും രാത്രിയും ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രപഞ്ചശാസ്ത്രപരമായ കാരണം കൊണ്ട് നമ്മുടെ ഇപ്പോൾ രാത്രിക്കും പകലിനും വ്യത്യാസം വന്നാൽ തന്നെ ആളുകൾ പരിഭ്രമിച്ച് വീടിനകത്തുനിന്ന് പുറത്ത് ചാടി മറ്റേ 10 നില മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടി പരിഭ്രമിച്ച് ഒക്കെ വശാവും. ഇതുപോലത്തെ ഒരു അവസ്ഥയിലായി. ഇയാളുടെ ഈ പ്രഭാവലയത്തിൻ്റെ കാന്തിമണ്ഡലം സഹിക്കത്തക്ക വിധത്തിൽ സൗമ്യമാക്കാൻ എന്താണ് മാർഗമെന്ന് അവൾ പല വിധത്തിലും ആലോചിച്ച് നോക്കി. ചൂട് സഹിക്കാൻ വയ്യാതായി. സഹിക്കാൻ വയ്യ. അപ്പോൾ ചൂടിൻ്റെ ഊഷ്മാവിൻ്റെ ഒരു ഊഷ്മസാഗരത്തിൽ വീണതുപോലെ അവൾക്ക് തോന്നി. ഇപ്പോൾ ജീവിതം വെറുതെ പാഴാക്കി കളഞ്ഞു. ഈ പ്രഭാതത്തിൽ മലഞ്ചെരിവിൽ കണ്ട ആളല്ല തൊട്ട് അടുത്ത് വന്നപ്പോൾ നിൽക്കുന്നത് വളരെ രുഷ്ടനായ, ഈ സമയക്രമത്തിലൊന്നും ഒരു തരത്തിലുള്ള പങ്ക്ച്വാലിറ്റി സഹിക്കാൻ വയ്യാത്ത തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ കൃത്യത, അതും അവൾക്ക് സഹിക്കാൻ വയ്യാത്തതായി. ഇതൊന്നുമില്ലാതെ അച്ഛൻ്റെ കൂടെ സുഖമായിട്ട് ദേവലോകത്ത് ജീവിച്ചു പോകുന്ന ഇവൾക്ക് സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നതാണ്. ഇന്ദ്രനെയും ചന്ദ്രനെയും അതുപോലെയുള്ള മറ്റ് ദേവന്മാരെയും വിദ്യാധരന്മാരെയും ഇവിടെ വിദ്യ അഭ്യസിപ്പിച്ചത് വിദ്യാധരന്മാരാണ്. അപ്പോൾ അല്ലാതെ സാധാരണ PhD ഒന്നുമുള്ളവരല്ല. വിദ്യാധരന്മാരായ ആളുകളാണ് ഇവിടെ വിദ്യ അഭ്യസിപ്പിച്ചത്. ഗന്ധർവന്മാരാണ് സംഗീതം അഭ്യസിപ്പിച്ചത്. കിന്നരന്മാരാണ് നൃത്തം അഭ്യസിപ്പിച്ചത്. ഇങ്ങനെ പല നാടോടി നൃത്തം അതുപോലെയൊക്കെയുള്ള സാധാരണ നൃത്തങ്ങൾ അഭ്യസിപ്പിച്ചത് കിംപുരുഷന്മാരാണ്. പിന്നെ പാമ്പ് നൃത്തമുണ്ട്, അത് അഭ്യസിപ്പിച്ചത് നാഗങ്ങളാണ്. ഈ നാഗയാന കുടിലമായ നൃത്തത്തിൻ്റെ വകഭേദം. പിന്നെ ബ്രഹ്മവിദ്യ, അത് ബ്രഹ്മാവ് തന്നെ പോയിട്ടാണ് ബ്രഹ്മവിദ്യ എന്താണ് എന്ന് ഇവിടെ പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെ എല്ലാ വിധത്തിലുമുള്ള വൈജ്ഞാനിക കലാ ദാർശനിക വൈദഗ്ധ്യത്തോടെ സുഖമായിട്ട് ജീവിച്ചിരുന്ന ഒരു യുവതിക്ക് പറ്റിയ പറ്റാണിത്. അപ്പോൾ അവൾ വിചാരിച്ചു അച്ഛൻ ചെയ്തത് കടുത്ത ഒരു പ്രവൃത്തിയായിപ്പോയി. ഇനിയിപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ഈ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ളതല്ലാതെ ഇവളുടെ എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല. അവിടെ ആളുകളുണ്ട്, അവരോട് പറഞ്ഞത് ചെയ്യിപ്പിക്കാൻ നമുക്ക് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ വേണ്ട. അപ്പോഴാണ് അവൾ മനസ്സിലാക്കിയത് വലിയ ആളുകളുടെ ഭാര്യയായിട്ടിരിക്കുന്നത് പോലെ
ദൗർഭാഗ്യകരമായ ജീവിതത്തിൽ മറ്റൊന്നും സംഭവിക്കാനില്ല. അപ്പോൾ അവൾ ഇദ്ദേഹത്തിൻ്റെ അനുമതി കൂടാതെ അരുണൻ തേര് കൊണ്ടുവരുന്നത് ഇദ്ദേഹം ചാടി തേരിൽ കയറുന്നത് സംഗതി 7 കുതിരകളാണ്, 7 കുതിരകളെ പൂട്ടിയ തേരാണ്. അതിൽ കയറിയ അദ്ദേഹം ഇത് വലം വയ്ക്കുന്നു, പ്രപഞ്ചത്തിന് വലം വയ്ക്കുന്നു. പിന്നെ അദ്ദേഹത്തെ കാണുന്നത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്, 60 നാഴിക കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. കാണുമ്പോൾ അടുക്കാനൊക്കില്ല, വളരെ അകലത്തിൽ നിൽക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇദ്ദേഹം ചിരിക്കുന്നുണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല. സർവത്ര പ്രകാശമായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് എവിടെയാണ് ചിരിയിരിക്കുന്നത്? ഒരേ ഭാവമാണ്. മുഖത്ത് എവിടെയാണ് കണ്ണിരിക്കുന്നത്? എല്ലാം പ്രകാശമാനമായതുകൊണ്ട് ഒരു വസ്തുതയും മനസ്സിലാകുന്നില്ല. പിന്നെ ഇവൾ വളരെ അകന്നകന്നകന്ന് നിൽക്കുന്നത് കൊണ്ട് ഇദ്ദേഹം ഇത്തിരി അടുക്കാൻ ശ്രമിച്ചാൽ ഉടനെ ഇവൾ വേർത്ത് കുളിക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം അടുത്തേക്കും വരുന്നില്ല. അപ്പോൾ ഇദ്ദേഹം സംഭാഷണം നടത്തിയാൽ ആ സംഭാഷണത്തിൻ്റെ സ്വരം എങ്ങനെ ഇരിക്കും? ഭർത്താവിൻ്റെ ഒരു സ്വരം കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ ഭാര്യമാർക്ക്. അപ്പോൾ ഭർത്താവിൻ്റെ ശബ്ദം പോലും കേൾക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഭർത്താവിൽ നിന്ന് അകന്ന് കഴിയേണ്ടുന്ന തരത്തിലുള്ള ഒരു ദാമ്പത്യ ജീവിതം മടുത്തിട്ട് അത്യന്തം കുപിതയായി ഇവൾ നേരെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് ദ്രഷ്ടാവിനോട് പറഞ്ഞു, ഞാൻ അയാളുടെ കൂടെ ജീവിക്കുകയില്ല, ചൂടുകൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലാനും നിവൃത്തിയില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അയാളെ ഉപേക്ഷിച്ചു പോന്നു. അപ്പോൾ പറഞ്ഞു, അല്ല നീ അനുവാദം വാങ്ങിച്ചോ പോരാൻ? അനുവാദമൊന്നും ഞാൻ വാങ്ങിച്ചില്ല, അനുവാദം ചോദിച്ചിട്ട് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവിൻ്റെ അനുവാദം വാങ്ങിക്കാതെ പോരാൻ പാടില്ലായിരുന്നു. അതൊരു വലിയ പൂജ്യ വ്യതിക്രമമായി വരും. അതൊരു പാപകർമ്മമാണ്. കലിയുഗത്തിൻ്റെ മൂർധന്യത്തിൽ അത്തരം സംഭവങ്ങളും ജീവിതങ്ങളും ഒക്കെ ഉണ്ടാകും. ഭാര്യ ഭർത്താവിനനുസരിക്കാതിരിക്കുക, ഭർത്താവ് ഭാര്യയെ വേണ്ട തരത്തിൽ പരിചരിക്കാതിരിക്കുക, ഭർത്താവും ഭാര്യയും അന്യോന്യം കാര്യങ്ങൾ നോക്കാതിരിക്കുക, കുട്ടികളെ സംരക്ഷിക്കാതിരിക്കുക, ഇതൊക്കെ കലിയുഗത്തിൻ്റെ മൂർധന്യത്തിലാണ്. ഈ മന്വന്തരം കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞ കലിയുഗം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത്. ഇത് ആവർത്തന ചക്രമാണല്ലോ. ഇതിങ്ങനെ ഓരോ മന്വന്തരത്തിലും ഇതെല്ലാം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അല്ലാതെ വേറെ എല്ലാ മന്വന്തരത്തിലും ത്രേതായുഗം ദ്വാപരയുഗം ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിലൊരു മാറ്റമില്ല. അതുകൊണ്ടാണ് കാലം ചാക്രികഗതിയാണ് എന്ന് വേദാന്തത്തിൽ പരാമർശിക്കാനുള്ള കാരണം അതാണ്. കാലത്തിൻ്റേത് ചാക്രികഗതിയാണ്. ഗ്രീസിലുള്ള സങ്കല്പം അതായിരുന്നില്ല, അത് ലീനിയർ. അല്ല, ചാക്രികമായിട്ടല്ലേ വരുള്ളൂ. എല്ലാം ഗോളമാണ്, ഭൂഗോളം, സൂര്യൻ, നക്ഷത്രങ്ങള്, പ്രപഞ്ചം. അവർക്ക് അത് ലീനിയർ, ഇത് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സങ്കല്പമായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അവർക്ക് സങ്കല്പിച്ചിട്ടുള്ള ഒരു ആദർശത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. കാരണം ഇതിനതിരില്ലല്ലോ. ഈ പോക്കില്ല, എവിടെ അവസാനമില്ലാത്ത അന്തമില്ലാത്ത ഒരു പോക്കാണ്. അവലംബമില്ലാത്ത നിരാലംബമായ ഒരു ഗതിയാണത്. ഇവിടെ അങ്ങനെയല്ല. ഇത് കറങ്ങി ഇത് ഒരു ഗവേഷണം ചെയ്യുന്ന ആളിൻ്റെ ദൃഷ്ടിപഥത്തിൽ ഒതുങ്ങത്തക്ക വിധത്തിൽ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അയാൾക്കറിയാം ഇത് എവിടെ വന്ന് അവസാനിക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താം. ധർമാനുഷ്ഠാനത്തിലുള്ള സന്ദർഭം ഇവിടെ കിട്ടും. മറ്റിടത്ത് എന്താണ് ശരിക്കുള്ള വസ്തുത എന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ധർമ്മത്തെക്കുറിച്ച് അവർക്ക് യാതൊരു തരത്തിലുമുള്ള സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിനെയാണ് ഐഡിയൽ എന്ന് അരിസ്റ്റോട്ടിൽ വിളിച്ചത്. ഇത് വെറുതെ ആദർശമാണ്, ഒരു മാതൃക ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ലോകത്തിലെ എല്ലാ ജീവികളെയും സ്നേഹിക്കണം എന്നുള്ളതാണ് ആദർശം. അത് പറ്റില്ല. പറ്റില്ല. ആ അവസ്ഥയിലേക്ക് ഒരിക്കലും എത്തിച്ചേരാൻ സാധിക്കില്ല. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനുള്ള പ്രയത്നത്തിലാണ് മനുഷ്യർ എന്നും. ചിലപ്പോൾ എത്തിച്ചേർന്നു വരാം, ചിലപ്പോൾ എത്തിച്ചേർന്നില്ല എന്ന് വരാം എന്നുള്ളതുകൊണ്ട് അവർക്ക് തിട്ടമില്ല ഒരു കാര്യത്തിലും. അതുകൊണ്ട് സുനിശ്ചിതമല്ല, അവരുടെ സങ്കല്പങ്ങൾക്ക് സുനിശ്ചിതത്വമില്ല. അങ്ങനെയും ആവാം, ഇങ്ങനെയും ആവാം. പക്ഷേ ആദർശത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടി മനുഷ്യൻ എപ്പോഴും യത്നിച്ചുകൊണ്ടിരിക്കണം. അതാണ് ലീനിയർ തിങ്കിങ്.
ഇവിടെ ചാക്രിക ഗതി ഇതുകൊണ്ട് ഈ ആദ്യം ഉണ്ടായെടുത്ത് ചെന്ന് ഇത് കറങ്ങി ചെന്ന് നിൽക്കും, പിന്നെയും നിൽക്കും. അതാണ് നേമി വൃത്തി എന്നും പറയും. നേമി എന്ന് പറഞ്ഞാൽ രഥചക്രം, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. തേര് പോകും എങ്കിൽ തന്നെയും രഥചക്രത്തിൻ്റെ കറക്കത്തിന് ഒരു ബിന്ദുവിൽ നിന്ന് അടുത്ത ബിന്ദുവിലേക്കുള്ള ആ കണക്കിന് വ്യത്യാസം വരികയില്ല. തേര് മാത്രമേ പോകുന്നുള്ളൂ. ഇതിൻ്റെ കണക്കിൽ ഒരിക്കലും വ്യത്യാസം വരുന്നില്ല. മറ്റവർക്ക് അതല്ല, അതിൻ്റെ കണക്കിലും വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് ആണ് ഇതിനെ ചാക്രിക, സർക്കുലർ, ചാർക്കികമായ ഗതി എന്ന് നമ്മുടെ സംസ്കാരത്തെ ഋഷിമാർ വിശേഷിപ്പിച്ചത്. യൗവന തള്ളിച്ചയുടെ അഹങ്കാരത്തിൽ അച്ഛൻ പറഞ്ഞതൊന്നും അവൾ അനുസരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, നീ വീണ്ടും പോയി അദ്ദേഹത്തോട് തന്നെ ജീവിക്കണം. ഈ ചൂടൊക്കെ ക്രമേണ 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 നിനക്ക് പരിചയമാകും. അങ്ങനെ സംഭവിക്കും. അദ്ദേഹത്തിൻ്റെ അത്രയും ചൂട് സഹിക്കാനുള്ള ശേഷി നിനക്കും ഉണ്ടാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരാൾ ചൂടനും ഒരാൾ ചൂടത്തിയുമാവും. അപ്പോൾ അദ്ദേഹത്തിന് ചൂട് കൂടുതലാണെന്ന് തോന്നുന്നില്ല. നിനക്ക് ഈ ചൂട് സഹിക്കത്തക്ക വിധത്തിൽ കുറേശ്ശെ നീ അടുത്തടുത്ത് ചെന്ന് അദ്ദേഹത്തിൻ്റെ ചൂട് പകർന്നെടുത്ത് വരുമ്പോൾ നിനക്ക് തോന്നും, പണ്ടത്തത്രയും ചൂട് തോന്നുന്നില്ല കേട്ടോ അച്ഛാ ഇപ്പോൾ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് നീ അദ്ദേഹവുമായി പരിചയിച്ചിട്ട് നിനക്ക് തോന്നും, ഓ കുളിരുന്നല്ലോ എന്ന് തോന്നുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിന്നെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തത്. പിന്നെ മാത്രമല്ല, ലോകങ്ങൾക്ക് മുഴുവൻ പ്രകാശം ചൊരിയുക എന്ന് പറയുന്നത് അതിമഹത്തായ ഒരു പുണ്യകർമ്മമാണ്. ആ പുണ്യാത്മാവിൻ്റെ കൂടെ ജീവിക്കുക എന്നതുപോലെ സൗഭാഗ്യകരമായ ഒന്നുമില്ല. അവിടെ വീണ്ടും സൂര്യഗ്രഹത്തിലെത്തി അവിടേക്ക് ഒന്ന് കറങ്ങി ഇട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അത്രയും ചൂട് അവളുടെ ശരീരത്തിൽ വരുന്നതുവരെ കാത്തു നിൽക്കാൻ അവൾക്ക് താല്പര്യമില്ലാഞ്ഞതുകൊണ്ട് അവൾ സൂര്യനെ പറ്റിക്കാം എന്ന് വിചാരിച്ചു. ഈ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ കറി എടുത്ത് ചൂടാക്കി 2 ആഴ്ചക്ക് മുമ്പ് വെച്ചതാണ്. അതിങ്ങനെ ചൂടാക്കി കറി കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഇങ്ങനെ ആവി പറന്നുകൊണ്ടിരിക്കും. ഇത് 2 ആഴ്ച മുമ്പ് ഇതുപോലെ ഒരു കറി കണ്ടായിരുന്നല്ലോ. അതല്ല, ഇതിപ്പോൾ ആവി പറക്കുകയല്ലേ, ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്. ശരി. ഇത് കഴിച്ച് നേരെ പിന്നെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അതുപോലെ ഭാര്യയുടെ തന്ത്രം എന്നുള്ള നിലയിൽ അവളുടെ സിദ്ധി ഉപയോഗിച്ച് അവളെപ്പോലെ ഒരുത്തിയെ, അത്രയും സൗന്ദര്യവും അത്രയും തിടമ്പിൻ്റെ ഓപ്പവും ഒക്കെ ഉള്ള ഒരു സ്ത്രീയെ അതേ ഛായയിൽ സൃഷ്ടിച്ചിട്ട് അവൾക്ക് ഛായ എന്ന് പേരുമിട്ട് നേരെ സൂരജ് കുമാറിന്റെ അടുത്തേക്ക് വിട്ടുകൊടുത്തു. അല്ല, സൂര്യന്റെ ഛായയെ തന്നെ ഛായയാക്കി. സൂര്യന്റെ ഛായ തന്നെ. സൂര്യന്റെ ഛായ അല്ല, ഇവളുടെ ഛായയാണ്. ആണോ? സൂര്യന്റെ അല്ല, ഇവളുടെ ഛായ. ശരി, അതാണ് ഛായ. അല്ലാണ്ട് സൂര്യന്റെ ഛായയിൽ ചെല്ലുമ്പോൾ സൂര്യ ഇതാരാണെന്ന് വിചാരിക്കില്ലേ സൂര്യൻ. ശരി. അപ്പൊ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കാണ് വേണ്ടത്. എൻ്റെ ഭാര്യ സംജ്ഞയാണ് ഈ വരുന്നത് എന്ന് തെറ്റിദ്ധരിക്കത്തക്ക വിധത്തിൽ ഇവളുടെ രൂപത്തിൽ ഒരു ഛായ ഉണ്ടാക്കിയിട്ട് അങ്ങ് വിട്ടുകൊടുത്തു. പിന്നെ ഇവർ തമ്മിൽ കിടന്ന് കടുപിടി കൂടിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല എന്ന് വിചാരിച്ചിട്ട് അവൾ കൊടും കാട്ടിലേക്ക് പോയി. ഈ കാട്ടിലേക്ക് പോയത് വിശ്രമാർത്ഥമോ അല്ലെങ്കിൽ ഈ മനുഷ്യ ജീവിതത്തോടുള്ള മടുപ്പോ ഈ ചതിയിൽപ്പെട്ടതിൻ്റെ വിരക്തിയോ ഒക്കെ കൊണ്ടുപോയതാവാം. അങ്ങനെ അവൾ കാട്ടിലേക്ക് പോയിട്ട് കാട്ടിൽ താമസിച്ച് പിന്നീട് ആഹാരം പുല്ലാക്കി, പുല്ലിൽ നിന്ന് ജീവിക്കാൻ തുടങ്ങി. കുതിര വേഷത്തിൽ പോയെന്നാണ്. ബെടവയുടെ രൂപത്തിൽ പെൺകുതിരയുടെ വേഷത്തിൽ നടന്ന, ആൺകുതിരയാകാൻ പേടിയുണ്ട്, അതിപ്പോൾ അതുകൊണ്ട് പെൺകുതിരയുടെ വേഷത്തിൽ നടന്ന പുല്ല് തിന്നുകൊണ്ട് അവൾ ജീവിച്ചു.